ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഇച്ചിരി അയല കിട്ടി കേട്ടോ. എന്നും ഞങ്ങൾ മുളകിട്ട അയല വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഓർത്ത് ഇച്ചിരി മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, പച്ചമാങ്ങ. മാങ്ങയുടെ സീസൺ ആയല്ലോ. അപ്പോൾ ഞങ്ങൾ ഓർത്ത് വന്നപ്പോൾ ഇച്ചിരി മാങ്ങ ഇട്ടിട്ട് നമുക്ക് തേങ്ങ അരച്ച് വെച്ചാലോ എന്ന്. ചേട്ടൻ വന്നിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് ഓർത്ത് ഞങ്ങൾ എടുക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഇതാണ്ട് ഇച്ചിരി ഇതുണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത്രയും മീൻ കഷ്ണമുണ്ട്. പിന്നെ അതിനാവശ്യമായ ഇച്ചിരി ചെറിയുള്ളി, ആവശ്യത്തിന് ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില, പിന്നെ നമുക്ക് ഇച്ചിരി മാങ്ങ എടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ 2 കുട കുടംപുളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിനാവശ്യമായ തേങ്ങ അരച്ചത് വേണം കേട്ടോ. അപ്പം നമുക്കൊന്ന് തേങ്ങ ചിരണ്ടി അരച്ചേച്ച് വരാം. നമുക്ക് നമ്മുടെ മീൻ കറി വെക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഇച്ചിരി തേങ്ങ എടുത്തിട്ടുള്ളൂ, ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്നും മീൻ കറി പിന്നെ മുളകിട്ട് വെക്കുന്നതുകൊണ്ട് ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്താം. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇതാണ്ടേ ഇച്ചിരി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി ഇട്ട് നമുക്ക് അരച്ചേച്ച് വരാം. അപ്പോൾ നമ്മളിത് ആ തേങ്ങ അരച്ചേച്ച് വന്നു. അപ്പോൾ അതിനാവശ്യമായ ചെറിയുള്ളി ഞാൻ എടുത്തേക്കുന്നത്, ഇച്ചിരി ഇഞ്ചി, ഇച്ചിരി പച്ചമുളക് ഇട്ടു. പിന്നെ നമ്മുടെ മാങ്ങ നിങ്ങൾക്ക് തൊലി കളഞ്ഞിട്ടിടാമെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. എനിക്ക് ഇച്ചിരി തൊലി കടിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ തൊലിയോടെ ഇച്ചിരി ഇടുന്ന. ഇച്ചിരി മാങ്ങ എടുത്തിട്ടുള്ളൂ, പുളി ഉണ്ടെങ്കിലോ ഓർത്ത് ഒരു അരപ്പുളി എടുത്തിട്ടുള്ളൂ. ഇച്ചിരി കുടംപുളി, 2 ചുള കുടംപുളി എടുത്തിട്ടുണ്ട്. നമ്മുടെ അരപ്പ് ഇതവിടെ ഞാൻ അരച്ചേച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിക്കണം. എനിക്ക് എന്തെങ്കിലും ചാറ് വേണം എന്നൊക്കെ അതനുസരിച്ച് എടുക്കാൻ കേട്ടോ. വേകാനുള്ള ഒരു പാകത്തിലുള്ള ചാറ് നമ്മൾ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് ചാറാക്കാവുന്നതാണ്. ഉപ്പിടാൻ മറക്കരുത്. ഞാൻ ഉപ്പിടാൻ അയലേക്കാളും കൂടുതൽ നമുക്ക് മത്തി കിട്ടുവാണെങ്കിൽ മത്തി കേട്ടോ മാങ്ങയിട്ട് വെക്കാൻ ഏറ്റവും നല്ല രുചിയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊണ്ട് അയല ഇവിടെ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഉറക്കെ മാങ്ങ ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ അങ്ങ് അയലയുടെ കൂടെ മാങ്ങയിട്ട് കറിവെക്കുന്നുള്ളൂ. അതിനാവശ്യമായ ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കി നമുക്കിതൊന്ന് വേവിച്ച് വരാം കേട്ടോ. കാരണം നമ്മൾ മീൻ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പൂണിട്ട് ഇളക്കാൻ പറ്റിയല്ലോ, നമ്മുടെ മീൻ കഷ്ണം ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഇത്രയും എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ നമുക്ക് ചുറ്റിച്ച് വെച്ച് വരാം. ഓക്കെ, അപ്പോൾ നമുക്കിതാ കറി വെച്ച് വരാം. മീൻകറി ഇതാണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നല്ല കുറുക്കൊക്കെ ആവശ്യത്തിന് ചാറൊക്കെ ഉണ്ട്. ഇത് നല്ല പൊറോട്ടയ്ക്ക് നല്ലതാണ്, നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മളെപ്പോഴും അതിനെ മീൻ മുളകിട്ടൊക്കെയല്ലേ വെക്കുന്നത്. ഒരു ദിവസം ഒന്ന് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇത്ര ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനാവശ്യമായ ഇച്ചിരി എണ്ണയ്ക്കകത്ത് ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കടുക് പൊടിച്ച് നിങ്ങൾ ഇളക്കരുത് കേട്ടോ, മീൻ ഉടഞ്ഞു പോകും. ജസ്റ്റ് നമ്മുടെ മീൻകറി ഇതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇളക്കരുത് കേട്ടോ, ഞാൻ കടുക് പൊട്ടിച്ചിട്ട് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചുറ്റിച്ചാൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ കഴിക്കാൻ നേരത്ത് ഒന്നും കൂട്ടി എടുത്താൽ നല്ല ടേസ്റ്റ്. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. നമ്മളെപ്പോഴും മുളകൊക്കെ ഇട്ടല്ലേ വെക്കുന്നത്. അപ്പം എല്ലാവരും ഒന്നൊരു വെറൈറ്റി ആയിട്ട് ഇച്ചിരി മാങ്ങയൊക്കെ ഇട്ട് ഇതുപോലെ ഇച്ചിരി തേങ്ങ അരച്ച് കറി വെച്ച് നോക്കണം. നല്ല രസമാണ്. പ്രത്യേകിച്ച് രസം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതാണ് വരെ. ബൈ ബൈ.